ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം ഏതാണ്? ഗ്രീക്കും ട്രോജൻസും തമ്മിലുണ്ടായ യുദ്ധമല്ല. അതിനുശേഷം വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ട ഒഡീഷ്യസ് എന്ന മനുഷ്യൻ വീണ്ടും സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങാൻ നടത്തുന്ന പോരാട്ടമാണ്. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എടുത്താൽ ഇത് വെറും ഒരു പുരാണ സിനിമയല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കഥ എന്തുകൊണ്ട് ഇന്നും മനുഷ്യനെ സ്പർശിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള മറുപടി തന്നെയാണ്. ഇപ്പം സ്റ്റോറി വളരെ സിമ്പിളാണ്. ഇപ്പം ട്രോജൻ യുദ്ധം ജയിച്ച ശേഷം ഇത്താക്കയുടെ രാജാവായ ഒഡീഷ്യസ് തൻ്റെ ഭാര്യ ഫെനലോപ്പയുടെയും മകൻ ടെലമാക്കസിൻ്റെയും അടുത്തേക്ക് മടങ്ങാൻ യാത്ര തിരിക്കുകയാണ്. പക്ഷേ ആ മടക്കയാത്ര ഒരു 10 വർഷം നീളുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പം കടലും കൊടുങ്കാറ്റും മാത്രമല്ല, സൈക്ലോപ്സ്, സിർസെ, സൈറൻസ്, പൊസൈഡൻ്റെ കോപം, അനവധി ദ്വീപുകൾ, പരീക്ഷണങ്ങൾ, ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും പുരാണങ്ങളാണ്. പക്ഷേ ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരം, പ്രലോഭനം, ഭയം, കുറ്റബോധം, പ്രതീക്ഷ എന്നിവയുടെ രൂപകങ്ങളായിട്ട് നമുക്ക് ഈ സിനിമയിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം മാറ്റ് ഡിമന് ഒഡീഷ്യസിനെ ജയിക്കാൻ മാത്രം അറിയുന്ന നായകനായി അവതരിപ്പിക്കുന്നില്ല. ഓരോ തീരുമാനത്തിൻ്റെയും വില നൽകേണ്ടി വരുന്ന മനുഷ്യനായിട്ടാണ് അദ്ദേഹം സിനിമയിൽ ജീവിക്കുന്നത്. ഇപ്പം ആൻ ഹാത്വേയുടെ ഫെനലോപ്പ ശരിക്കും കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ്. ഇപ്പം ടോം ഹാളണ്ടിൻ്റെ ടെലമാക്കസിനെ എടുത്താൽ പുള്ളി പ്രതീക്ഷയുടെ മുഖമാണ് ശരിക്കും. ഇപ്പോൾ റോബർട്ട് പാറ്റിൻസണൊക്കെ കഥയിൽ ഭയത്തിൻ്റെ സാന്നിധ്യമായിട്ടൊക്കെ മാറുന്നുണ്ട്. ടെക്നിക്കലി സിനിമയുടെ വലുപ്പത്തെ അനുഭവമാക്കി മാറ്റുന്ന ഒരു ഭാഷയാണ് ഇപ്പം ക്യാമറമാൻ ഹോയ്റ്റമയൊക്കെ ചെയ്തിരിക്കുന്നത്. ക്യാമറ കടലിനെയോ അല്ലെങ്കിൽ പർവ്വതങ്ങളെയോ മാത്രം അവർ പകർത്തുന്നില്ല, മറിച്ച് ഒരു മനുഷ്യൻ എത്ര ചെറുതാണെന്ന തോന്നൽ നമുക്ക് സിനിമയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പം 2800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഹോമറിൻ്റെ ഇതിഹാസം കാലത്തെ അതിജീവിച്ചത് അതിലെ സൂപ്പർ നാച്ചുറൽ എലമെൻസും വാറും കൊണ്ട് മാത്രമല്ല, വീട്ടിലേക്ക് മടങ്ങാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ഒരിക്കലും പാഴാകാത്തത് കൊണ്ടാണ്. ഇത് എല്ലാവരെയും ഒരേ അഭിപ്രായത്തിലാക്കുന്ന സിനിമയല്ല, മറിച്ച് സിനിമയെക്കുറിച്ച് വാദിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമയാണ്. എനിക്കിത് വികാരത്തേക്കാൾ കാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരു പരീക്ഷണമായിട്ടാണ്. ഇപ്പം ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ ഒഡീഷ്യസിൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമോഷണൽ ആയിരുന്നെങ്കിൽ സിനിമയ്ക്ക് ഭയങ്കരമായ ഒരു പ്ലസ് കിട്ടുമായിരുന്നു. യഥാർത്ഥ ഇതിഹാസങ്ങൾ കാലത്തെ തോൽപ്പിക്കുന്നതല്ല, ഓരോ പുതിയ തലമുറയെയും വീണ്ടും സ്വന്തം കഥയിലേക്ക് ക്ഷണിക്കുന്നവയാണ്. ഇപ്പം ഒഡീസി കാണുമ്പോൾ നമ്മൾ രാജാവിൻ്റെ യാത്ര കാണില്ല, ജീവിതം നമ്മിൽ നിന്ന് എടുത്തുപോയ മനുഷ്യനെ തിരികെ കണ്ടെത്താനുള്ള ഒരു നമ്മുടെ സ്വന്തം യാത്രയായിട്ട് കാണാനാണ് ക്രിസ്റ്റഫർ നോളൻ ഈ സിനിമയിൽ ശ്രമിപ്പിക്കുന്നത്. കാര്യം അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന സിനിമയാണ്.